ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് റീസ്റ്റോക്കിങ്ങും ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഒരു പകുതി ദിവസത്തെ കാര്യങ്ങളാട്ടാ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ലൈക്കും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു മൺഡേ മോർണിംഗ് ആട്ടാ. മോള് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. തൊട്ടടുത്തൊരു പാർക്കുണ്ട്, ഒരു വലിയൊരു പാർക്കുണ്ട് കേട്ടോ. അവിടെ ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം ഈ ഒരു പാർക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇന്നെന്തായാലും ലഞ്ചിൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല, ലഞ്ചിന് പുറത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് ഒന്ന് നടക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഇന്നിവിടെ മൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്നാട്ടെ ഇവിടെ പാർക്കിൻ്റെ ക്ലീനിങ് ഒക്കെ നടക്കുക. അപ്പോൾ അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ഞാൻ ഈ നടന്ന് വരുന്ന വഴിക്കില്ലേ, അതേ ഒരു കോഴിയില്ലേ, ഇതിനെ ഇവിടെ ആളുകളെല്ലാം നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു കോഴീനെ ഇവിടെ ആളുകളില്ലേ ഭയങ്കര അത്ഭുതത്തോടെ അവിടെ വന്നിട്ട് കുറേ പേരെല്ലാം നോക്കി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഈ പാർക്കിലുള്ളതാട്ടാ. അപ്പം അത് ഇങ്ങനെ അതിൻ്റെ ഒച്ച പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ബെൽറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ. അപ്പം സൗണ്ട് അതിങ്ങനെ എന്താ പറയുക, ഒച്ച ഉണ്ടാക്കില്ലേ, അപ്പോൾ വളരെ കുറവായിട്ടേ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം കേട്ടോ വീഡിയോ ഇടുന്നത്. ഒരു 2 ആഴ്ചയോളെല്ലാം ആയിട്ട് ആദ്യം കോൾഡ് പോലെ വന്നിട്ട് പിന്നെ ഒച്ചയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ വോയിസ് ഓവറൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വന്നിട്ട് മിക്ക ദിവസവും കുറേ നേരം, ചിലപ്പോൾ ഈവനിങ് എല്ലാം ആകുമ്പോൾ വന്നിട്ട് ഇവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ. ഈ ഒരു പോണ്ടിൽ കുറേ മീനുകളുണ്ട്, പലതരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള ഫിഷുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ്. ഇതിങ്ങനെ മൂവ് ചെയ്യില്ലേ, ചുമ്മാ ഇങ്ങനെ ടൈം പോണതൊന്നും അറിയില്ല ഇതിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതും ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നേരം വീഡിയോയിൽ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുക്കിംഗ് ഒന്നും ഇല്ലയെന്ന്. അപ്പോൾ കുറച്ച് അല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസം ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ നിന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഈ പൊടികളൊക്കെ ഇല്ലേ അതൊക്കെ കുറച്ച് തീർന്നിട്ടുണ്ടായിരുന്നത് പൊടിച്ച് വെക്കാനും പിന്നെ സ്പൈസസ് ഇരിക്കുന്ന അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ മുളക് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുളക് ഒന്ന് വറുത്ത് വെക്കുക കേട്ടോ. വെക്കല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. മുളകൊന്ന് ചൂടാക്കിയതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിലാട്ടാണ് ഞാനിങ്ങനെ റീസ്റ്റോക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കൽ. അപ്പോൾ ഈ ഒരു സ്പൈസ് ഇരിക്കുന്ന ഇതിൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഈ ഒരു സ്പൈസ് ഇരിക്കുന്ന ഈ ഒരു ഡ്രോയർ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. നമ്മൾ ഡെയിലി എടുക്കണതല്ലേ, അപ്പോൾ എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചെടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ വീണിട്ടുണ്ടാകും. അപ്പോൾ അത് ഞാൻ ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ഈ ഒരു ചെറിയ ഹാൻഡ് വാക്യൂം ക്ലീനർ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടാ. ഞാൻ ഈ നമ്മുടെ പാത്രമൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തേക്കുന്ന സ്ഥലവും എല്ലായിടും ഇല്ലേ, ഡ്രോയേഴ്സ്, കബോർഡ്, അതിൻ്റെ എല്ലായിടത്തും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്യൂം ക്ലീനർ യൂസ് ചെയ്യലുണ്ട്. ഇത് ആമസോണിലും എല്ലാ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നല്ലോണം അവൈലബിൾ ആയിട്ട് അത് ഈസിലി കിട്ടുന്ന ഒരു വാക്യൂം ക്ലീനറാണ് ഇത്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഇത്. ഈ ഒരു ഓർഗനൈസറും ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് സ്പൈസസ് നല്ല ഭംഗിയിലും അതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പാകത്തിനും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും കൂടി ഞാനൊന്ന് തുടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഒന്ന് ഡ്രോയറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു സമയത്ത് തീർന്നിട്ടുള്ള കുറച്ച് മാത്രം ബാക്കിയുള്ള സ്പൈസസ് ഒക്കെ ഇല്ലേ, അതൊന്ന് റീഫില്ലും കൂടി ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതാ നേരത്തെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മുളകില്ലേ, അത് പെട്ടെന്നൊന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് കുപ്പിയിലേക്ക് ഇട്ടേക്കാൻ കരുതുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുമ്മ ആ ഡ്രോയറിൽ സ്റ്റിക്കർ ഒന്ന് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഈ ഒരു ഗ്രൈൻഡറില്ലേ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാട്ടോ. ഇത് ഒരുപാട് മുന്നേ, ഇപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നൊരു 10 വർഷമെങ്കിലായിട്ട് ഇതെൻ്റെ 10 ഉണ്ടാവുമോ, ഒരു 8 വർഷമെങ്കിലും എന്തായാലും ആയിട്ട് എൻ്റെ കയ്യിൽ ഇത് ഉള്ളതാട്ടോ. ഇതിൻ്റെ 2 ജാറും കൂടിയിട്ടാണ് വരിക. ഇതിൽ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കാൻ നമുക്ക് ഗരം മസാലയും അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ. ഇതും ഞാൻ ആമസോണിലുണ്ട് ഇത്, പക്ഷെ ഞാൻ അല്ലാണ്ട് വാങ്ങിച്ചതാണ് തോന്നുന്നു. എന്തോ കുറേ മുന്നേ ആണ്, ഓർക്കണില്ല ഇപ്പോൾ. പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിച്ചണിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. അപ്പോൾ ആ മുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ ആ ഒരു കുപ്പിമേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടിയിട്ട് പൊടിച്ചെടുക്കാനുണ്ട്. ജീരകം നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴും അങ്ങനെയുള്ളതിനൊക്കെ ജീരകം ഞാൻ അങ്ങനെ സെപ്പറേറ്റ് തോരന് വേണ്ടിയിട്ട് അരച്ചെടുക്കലില്ല കേട്ടോ. തേങ്ങ ഇട്ടിട്ട് ജീരകം ആവശ്യമുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി അതുമേലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കും. എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണതാട്ടാ. നിങ്ങളിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവാം അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകം ഇങ്ങനെ, അത് മാത്രമല്ല വേറെ പല ഡിഷസിനും ഞാൻ ജീരകം എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിങ്ങനെ പൊടിച്ച് വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോൾ അത് തീർന്നാലും ഇങ്ങനെ കുറച്ച് ജീരകം പൊടിച്ച് വെക്കലുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൈൻഡർ എന്തായാലും പുറത്തേക്ക് എടുത്ത സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും തീർന്നത് നോക്കിയിട്ട് അങ്ങനെയൊന്ന് പൊടിച്ചെടുത്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കുരുമുളകും കൂടിയിട്ട് പൊടിച്ചെടുത്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും പൗഡറായിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, പെപ്പർ പൗഡറെന്നും ക്യൂമിൻ പൗഡറെന്നും എല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ വാങ്ങിക്കലില്ല. ഞാനിങ്ങനെ പാക്കറ്റിൽ ഇത് വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യൽ. മിക്ക പൊടികളും ഞാൻ പൊടിച്ചെടുക്കുക തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് വെച്ചത്. അതും ഒരു ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അത് അപ്പടെ അങ്ങനെ ചൂടോട് കൂടിയിട്ട് കുപ്പിയിലേക്ക് ഇടണ്ടെന്ന് വെച്ചിട്ട് വേറെ ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴേക്ക് അത് തണുത്തിട്ടുണ്ടാവില്ലേ, അങ്ങനെ ഒന്ന് ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റിക്കറില്ലേ, ഇതൊന്ന് എന്താ പറയുക, ഈ സ്പൈസൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന സ്റ്റിക്കറാട്ടാ. പക്ഷേ എനിക്കങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണത് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഈ സ്റ്റിക്കർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാതും ഞാനിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് എനിക്കങ്ങനെ സ്റ്റിക്കർ എഴുതി ഒട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് കൂടുതലും ഇവിടെ കുക്ക് ചെയ്യലല്ലോ. അപ്പോൾ എനിക്കങ്ങനെ സ്റ്റിക്കർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ജീരകത്തിൻ്റെ പൊടിയായാലും എന്തായാലും കണ്ടാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടെന്ന് കരുതി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന. പിന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കുക്കിംഗ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇരുന്ന സമയത്ത് തോന്നിയിട്ട് ചെയ്യണതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് കൺഫ്യൂഷൻ ഉണ്ട്, ഓരോ സ്പൈസസും ഒക്കെ പൊടികൾ കാണുമ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം വന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സ്റ്റിക്കർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി അല്ലേ. അപ്പോൾ കുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതെന്തൊട്ട് എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എന്തായാലും ഇത് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് നിന്നതാട്ടാ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വോയിസ് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും നന്നായിട്ട് വന്നിട്ടൊന്നുമില്ല. ഞാനത് കാരണം കുറേ സ്ട്രെയിൻ എടുത്തിട്ടാട്ടോ സംസാരിക്കുന്നത്, കുറച്ച് നല്ലോണം. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
ഞാനിപ്പോൾ ഈ ഒരു ഓർഗനൈസറിലേക്ക് വെച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കണത് എന്താ വെച്ചാൽ, ഈ ലേബിൾ ഒട്ടിക്കണത് എന്താ വെച്ചാൽ, അതാകുമ്പോൾ എല്ലാം ഒരേ ലെവലിൽ കിട്ടും കേട്ടോ. ഈ ഒരു ഷേപ്പിലിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ അതിലേക്ക് ഒട്ടിച്ചാൽ മതിയല്ലോ. അത് കാരണം ഇങ്ങനെ ചെയ്യണതാണ്. പക്ഷേ കുറച്ചുകൂടി എളുപ്പം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഓരോ കുപ്പിമേൽക്കും ഒട്ടിക്കേണ്ടതാട്ടാ. ഇതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാം ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റിക്കറിൽ കുറേയൊക്കെ ഇതിൽ എനിക്കത് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഓരോ സ്പൈസസിൻ്റെ പേരൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ പ്ലെയിൻ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പെന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ളത് എഴുതി വയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇതുള്ളത്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടം ഇപ്പോഴും പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് പ്ലെയിനായിട്ട് കാണുന്നത് തന്നെ ഇഷ്ടം. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനിത് വീണ്ടും ഇളക്കി കളയും കേട്ടോ. ഈ സ്റ്റിക്കർ എനിക്ക് പ്ലെയിനായിട്ടിരിക്കുന്ന കാണാനാണ് ഭയങ്കര ഇഷ്ടം. എനിക്കങ്ങനെ ഒരുപാട് ഇങ്ങനെ ആക്കി വെക്കുന്നത് ഇഷ്ടമില്ലാത്ത കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പം ഇത്രയൊക്കെ ചെയ്തെങ്കിലും ഞാനിത് ഇളക്കി കളയും കേട്ടോ. പിന്നെ കുറച്ച് എംറ്റി ആയിട്ടുള്ള ബോട്ടിൽസ് ഉണ്ട്. അത് ആ സെറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതിൽ ഇട്ട് വെക്കാനൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഫ്രിഡ്ജിലെ ഓർഗനൈസേഴ്സൊക്കെ കണ്ടെയ്നേഴ്സൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി സിങ്കിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് മൺഡേ അല്ലേ, സാധാരണയായിട്ട് ഞാൻ മൺഡേ ആട്ടാ എല്ലാ റീസ്റ്റോക്കും ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാഴ്ചയിലേക്ക് സാധാരണ എല്ലാവരും എനിക്ക് തോന്നുന്നു സൺഡേയോ അല്ല സാറ്റർഡേ സൺഡേ ഒക്കെ ചെയ്യലുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം മൺഡേ ചെയ്യുന്നതാട്ടാ. സൺഡേയും സാറ്റർഡേയും സൺഡേ ഒന്നും എനിക്ക് അങ്ങനെ സമയം കിട്ടലില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് തിരക്കാവും. ആ സമയത്ത് ഇതൊന്നും ചെയ്യാൻ തീരെ സമയം കിട്ടലുണ്ടാവില്ല. ഇന്നാകുമ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാമല്ലോ മൺഡേ ആകുമ്പോഴേക്കും. അപ്പം ഞാനതുകൊണ്ട് എപ്പോഴും മൺഡേ ചെയ്യാനായിട്ടാണ് എനിക്കിഷ്ടം. അപ്പം ഇനി ഓയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കാനൊക്കെ ഉണ്ട്. ഈ ഒരു ഓയിലൊക്കെ റീഫില്ല് ചെയ്യാനായിട്ട് എൻ്റെ അടുത്തൊരു ഫണൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ കുറേ നാളായിട്ട് എവിടെ പോയി എന്നറിയില്ല. അത് കുറച്ചായി കാണണില്ല. അത് കാരണം ഇപ്പം നമുക്ക് ഇങ്ങനെ ഒഴിച്ചൊക്കെ വെക്കാനായിട്ട് ബുദ്ധിമുട്ടത്. ആ കുപ്പിമേൽക്ക് ഒക്കെ ഓയിൽ വീഴുന്നുണ്ട്. പിന്നെ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാട്ടാ. എന്തോ എവിടെ എടുത്ത് വെച്ച വഴിക്കത് എവിടെയോ വീണ് പോയതാ തോന്നുന്നു. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഗ്രൗണ്ട് ബീഫില്ലേ ഇതൊന്ന് എന്താ പറയുക എടുത്ത് വെക്കാനുണ്ട്. ഇതിപ്പോൾ ഒരു വലിയൊരു പാക്കറ്റിലാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഒരു റെസിപ്പിക്ക് നമുക്ക് ഇത്രയും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പാസ്ത ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അതിൽ കുറേശ്ശേ ഇടലുള്ളൂ നമുക്ക് ആവശ്യത്തിന്. പക്ഷേ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ സിപ്ലോക്കിലാക്കിയിട്ട് അങ്ങനെ വെക്കുക ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ചെറിയ കവറുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് അത് ഓരോ റെസിപ്പിക്ക് നമുക്ക് ആവശ്യമുള്ളത് അറിയാലോ. അപ്പോൾ ആ ഒരു കണക്കാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ ഈ കുക്ക് ചെയ്യണ സമയത്ത് ഈ ഒരു പാക്കറ്റ് മാത്രം പുറത്തേക്ക് എടുത്താൽ മതിയല്ലോ. എല്ലാതും കൂടിയിട്ട് എടുത്ത് ആ വലിയ പാക്കറ്റ് അപ്പാടെ എടുത്ത് പുറത്തേക്ക് വെക്കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രീസറിലേക്ക് വെക്കുക ചെയ്യുക. കുക്ക് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് എല്ലാം മുന്നേ എടുത്ത് പുറത്തേക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിട്ടാ ഇത് വേഗം ആയി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഫ്രീസറിൽ ഇതാ ഇങ്ങനെ ആക്കി വെക്കുക ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ റൈസ് തീർന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് റീഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുതിയ പാക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിച്ചിടും കേട്ടോ. എന്നിട്ട് ഇത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യണ്ടാവുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ റൈസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മട്ടേരി എന്നല്ല കേട്ടോ. ഇത് ഞാൻ ചില റെസിപ്പീസിന് മാത്രമേ എടുക്കലുള്ളൂ. ഈ ഒരു സ്റ്റിക്കി റൈസ് ഇല്ലേ, ജാപ്പനീസ് ഷോർട്ട് ഗ്രെയിൻ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും സ്റ്റിക്കി റൈസ്. അപ്പോൾ അതിവിടെ ഞാൻ യൂസ് ചെയ്യലുണ്ട്. റെസിപ്പീസിനൊക്കെ എടുക്കലുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ഉച്ചയ്ക്ക് ഈ ഒരു റൈസായിട്ട് എടുക്കൽ. ഇവിടെ മോൾക്കൊക്കെ നമ്മുടെ മട്ടരീനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ ഒരു ജാപ്പനീസ് സ്റ്റിക്കി റൈസായിട്ടാണ്. അപ്പോൾ അതൊന്ന് റീഫിൽ ചെയ്ത് വെച്ചെടുത്തതാണ്.
ഇപ്പോൾ ഇതേ ഈ ക്യാപ്സിക്കം എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അതും കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറീസ് ഒന്ന് അത് ഞാൻ ഇനി കഴുകണമെന്നില്ല കേട്ടോ. അതിങ്ങനത്തെ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സ്, ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഒരു ഇതിലാണ് വരിക കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ളത് ഇത്തവണ വാങ്ങിച്ചത് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഡയറക്റ്റായിട്ട് ഞാനൊരു ബോക്സിലേക്ക് ഇട്ടിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ്. പിന്നെ സ്പ്രിംഗ് അണിയൻ ഞാൻ ഇതുപോലെ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് മിൽക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അതിനുശേഷം ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒരുപാട് ചെറുതായിട്ടല്ല, എന്നാലും ആ ഒരു കണ്ടെയ്നറിൽ ഇരിക്കാൻ പാകത്തിന് കട്ടാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഈ ബോക്സിൽ ഇട്ട് വെക്കും. ഇതെന്തായാലും ഒരു 2 ആഴ്ച കൂടുതൽ ഇരിക്കും കേട്ടോ ഈ ഒരു സ്പ്രിംഗ് അണിയൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതുമേ വെള്ളം അധികം എന്നല്ല, വെള്ളം തീരെ പാടില്ല. അല്ലാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കും. ഇതിനിടയ്ക്ക് ഞാൻ ബ്രോക്കലിയൊക്കെ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ബോക്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇതും എനിക്ക് രാവിലെ ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഈ ബ്രോക്കലിയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പണിയല്ലേ, സമയം എടുക്കില്ലേ, അതുമ്പോൾ പുഴുണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഇതാകുമ്പം പെട്ടെന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യാം, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതുപോലത്തെ ഈ ഒരു ബോക്സിൽ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ ഇട്ട് വെക്കൽ. അപ്പോൾ അതും കൂടിയിട്ട് അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളും കൂടിയിട്ടൊന്ന് റീഫിൽ ചെയ്ത് വെക്കുകയാണ്. പിന്നെ കുറച്ച് മുളക് ഞാൻ വേറെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ കാശ്മീരി മുളക് പൊടിയാട്ടോ അധികം യൂസ് ചെയ്യൽ. മറ്റേത് കുറച്ചേ യൂസ് ചെയ്യലുള്ളൂ. സാധാരണ അത് എരിവ് കൂടുതലായത് കാരണം ഇവിടെ ഇങ്ങനെ എരിവ് ഇഷ്ടമല്ല, അപ്പോൾ മോൾക്കൊക്കെ ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞാൻ കാശ്മീരി മുളക് പൊടി കൂടുതൽ യൂസ് ചെയ്യൽ. അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇനി അത് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഇന്ത്യൻ ഷോപ്പിൽ പോകണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കാശ്മീരി മുളക് ഇങ്ങനെ ഉള്ളത് വാങ്ങിച്ചതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചതാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാ മുളകൊക്കെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാട്ടാ, മിക്സിയുടെ ജാറിലിട്ടിട്ട് വേഗം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം മുളകൊക്കെ ഇത് കണ്ടാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഈ ഒരു മുളക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഭയങ്കര കളർ തോന്നണില്ലേ. ഇത് ആ ഒരു കാശ്മീരി മുളകിൻ്റെ ആ ഒരു നല്ല ചോപ്പില്ലേ, അത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെറിയൊരു ഓറഞ്ചിഷ് റെഡ് അല്ലേ കിട്ടാറ്. ഇത് നല്ല റെഡാട്ടോ, അത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പം എന്തായാലും മുളകൊക്കെ ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് കുപ്പിമേലേക്ക് ആക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂമേലേക്ക് ഇട്ട് വെച്ചതാട്ടാ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ബിഗ് താങ്ക്സ്. അതുപോലെ ലൈക്കും കൂടി പറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കട്ടാ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.